ഇവിടം വരെ പോകുമ്പോൾ നോക്കണമല്ലോ. അതാ ഇതുവരെ ഇതിലൊന്നും ഇടപെടാഞ്ഞ്. പക്ഷെ ഇതിപ്പോ താൻ കാരണം ദോഷമുണ്ടായിരിക്കുന്നത് സഭയിലെ 2 പ്രമുഖ വ്യക്തിത്വങ്ങൾക്കാ. IG ജോസഫ് ചാണ്ടിക്കും ധനമന്ത്രി തോമസ് ബൂമ്പാറയ്ക്കും. അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോ, അവസാനിപ്പിച്ചോ, അല്ലേ സഭയ്ക്ക് ഇടപെടേണ്ടി വരും. താനെന്തോടെ അങ്ങനെ ഇരിച്ച് എന്നെ പരിഹസിക്കു വന്നോ? അയ്യോ അല്ല പിതാവേ, താൻ ആരുടെ ബലത്തിലായി നകളിക്കുന്നതെന്ന് എനിക്കറിയാം. ദേ ഈ ഫോണിൽ തിരുവനന്തപുരത്തിനൊന്ന് കറക്കിയാൽ മതി. അടുത്ത നിമിഷം ഇവിടെ എത്തും തന്റെ ഈ മുഖ്യമന്ത്രി കുഞ്ഞിത്തൊമ്മൻ. എന്നിട്ട് മുട്ടുകാലെ കുമ്പിട്ട് നിൽക്കും. എന്താ കാണണം എനിക്ക്. പിന്നെ അതൊന്നും വേണ്ടാന്ന് വെച്ചത് പ്രശ്നങ്ങൾ രമ്യമായി തീർന്നെങ്കിൽ തീർന്നോട്ടെ എന്ന് വെച്ചിട്ടാ. അപ്പൊ തനിക്ക് പുച്ഛം, തന്തയ്ക്കുണ്ടായിരുന്ന പോലത്തെ ധാർഷ്ട്യം അല്ലടോ. എന്റെ അപ്പനുണ്ടായിരുന്ന പല കുഴപ്പങ്ങളും എനിക്കുമുണ്ട്. പിതാവത് കാര്യമാക്കണ്ട. നല്ല തന്തയ്ക്ക് ജനിച്ചു പോയതിന്റെ തരം കിട്ടുമ്പോഴൊക്കെ അങ്ങ് ഭയത്തോടും അസൂയോടും എന്റെ അപ്പനെ സ്മരിക്കാറുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പണ്ട് പെരുവന്താനം പള്ളി വികാരിയായിരുന്നപ്പോ സെമിത്തേരി വിഷയത്തിൽ എന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് തിരുമുഖം അടച്ചോടനം കിട്ടിയിട്ടുണ്ടല്ലോ. ആ കൈയുടെ ഒരു ഗുണം അതാ, കൊണ്ടവനൊന്നും മറക്കുകയല്ല, ചാവുന്ന വരെ ആ ചൂട്. സഭയിലെ മുഴുത്തവന്മാർക്കിട്ട് കൊണ്ടപ്പോ പിതാവിന് പൊള്ളി. ഞാനും കിടന്നായിരുന്നു പിതാവെ 14 ദിവസം അകത്ത്. ഇതുപോലെ ഒരു വെള്ളക്കുപ്പായക്കാരനെ അപ്പ കണ്ടില്ല മധ്യസ്ഥത്തിന്. പിതാവേ, ബൈബിളിൽ എനിക്ക് പുതിയ നിയമത്തേക്കാ പ്രിയം പഴയ നിയമത്തോടാ. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നെഴുതിയേക്കുന്ന പഴയ നിയമത്തോട്.